ഭരണനിർവഹണ ഇടങ്ങളിൽ മനുഷ്യത്വമുണ്ടാകണമെന്നാണ് ഹൈക്കോടതി പറയുന്നത്. തഹസിൽദാർ ഓഫീസിൽ ഫയലുകൾ വലിച്ചെറിഞ്ഞ് പ്രശ്നമുണ്ടാക്കിയതിന് യുവാവിനെതിരായ കേസ് റദ്ദാക്കിക്കൊണ്ടാണ് കോടതി നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. ഏതൊരു ഫയലിലും തീരുമാനമെടുക്കുമ്പോൾ ഒരു മനുഷ്യന്റെ പ്രതീക്ഷയും സ്വപ്നങ്ങളും ആ ഫയലിന് പിറകിലുണ്ട് എന്നും ഉദ്യോഗസ്ഥർ ഓർമ്മിക്കണമെന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ്. രേഷ്മ ബാബു ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രേഷ്മ, ഹൈക്കോടതി വളരെ വ്യക്തമായ ഒരു കാര്യം പറയുകയാണ്. കാരണം സർക്കാർ ഓഫീസുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ ചില ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ചില ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ആ ആറ്റിറ്റ്യൂഡ് ഭയന്ന് പലർക്കും സർക്കാർ ഓഫീസുകളിലേക്ക് പോകാൻ പോലും തോന്നാത്ത അവസ്ഥയാണ്. അത്തരമൊരു അവസ്ഥയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത്തരമൊരു കേസുമായി ബന്ധപ്പെട്ട് നിരീക്ഷണം നടത്തിയപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് ഓരോ ഫയലിലും തീരുമാനമെടുക്കുമ്പോൾ ഒരു മനുഷ്യന്റെ പ്രതീക്ഷയും സ്വപ്നങ്ങളും ആ ഫയലിന് പുറകിലുണ്ട് എന്ന് ഉദ്യോഗസ്ഥർ ഓർമ്മിക്കണമെന്നാണ്, അല്ലേ? അതെ ദേവിക, നമ്മൾ ഉൾപ്പെടുന്ന ഭൂരിപക്ഷം പേർക്കും ഈ സർക്കാർ ഓഫീസിൽ ഏതെങ്കിലും ആവശ്യത്തിന് പോയി കഴിഞ്ഞാൽ നിരുത്തരവാദപരമായിട്ടുള്ളൊരു സമീപനം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും കാണേണ്ടി വന്നിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ പലരും ചില പ്രശ്നങ്ങൾ ഈ സർക്കാർ ഓഫീസുകളിൽ സൃഷ്ടിച്ചിട്ടുമുണ്ട്. അങ്ങനെ ഒരു കേസിൽ ആ പ്രതിയെ ആ കേസിൽ നിന്ന് കുറ്റമുക്തനാക്കിക്കൊണ്ടുള്ള ഉത്തരവിലാണ് ഹൈക്കോടതി സുപ്രധാനമായിട്ടുള്ള ചില പരാമർശങ്ങളും നിരീക്ഷണങ്ങളും നടത്തിയിട്ടുള്ളത്. കുറ്റകൃത്യം ചെയ്യണമെന്നുള്ളൊരു ഉദ്ദേശം ഈ പറയുന്ന പ്രതിക്ക് ഇല്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി ആ കേസ് റദ്ദാക്കി. അതോടൊപ്പം ചില നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ചില പരാമർശങ്ങൾ ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ചിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അതായത് സഹാനുഭൂതിയും മാനുഷിക മൂല്യങ്ങൾക്ക് പരിഗണന നൽകുന്നവരും ആകണം ഉദ്യോഗസ്ഥരെന്നാണ് ഹൈക്കോടതിയുടെ പ്രത്യേകമായിട്ടുള്ള ഒരു പരാമർശം. അതായത് ഭരണനിർവഹണ ഇടങ്ങളിൽ മനുഷ്യത്വം ഉണ്ടാകണം. മുന്നിൽ വരുന്ന ഏതൊരു ഫയലിനും മുഖമുണ്ടെന്ന് ആ ഉദ്യോഗസ്ഥൻ മനസ്സിലാക്കണം. ആ ഫയലിന് പിറകിൽ ഒരു മനുഷ്യന്റെ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമുണ്ട്. അങ്ങനെ ആ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമായിരിക്കണം ആ ഫയലിന്മേൽ തീരുമാനം കൈക്കൊള്ളേണ്ടതെന്നാണ് ഹൈക്കോടതിയുടെ സുപ്രധാനമായിട്ടുള്ള നിരീക്ഷണം. അതുമാത്രമല്ല, ഉദ്യോഗസ്ഥർ എടുക്കുന്ന തീരുമാനങ്ങൾ അത് വെറും കടലാസല്ല, അതിൽ ജീവിതമുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടി ഹൈക്കോടതി നടത്തിയിരിക്കുകയാണ്. തമ്പാനൂർ സ്വദേശിയാണ് കൊല്ലത്ത് തഹസിൽദാർ ഓഫീസിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. അതായത് അതിനൊരു കാരണമുണ്ട്. കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഭാര്യാപിതാവിൻ്റെ റവന്യൂ രേഖകൾ തിരുത്താനായിട്ട് ആ മനുഷ്യൻ ഈ തഹസിൽദാരുടെ ഓഫീസ് കയറി ഇറങ്ങുന്നുണ്ടായിരുന്നു. അത് വലിയൊരു നിരാശയ്ക്ക്, അതായത് കാര്യങ്ങളൊന്നും തന്നെ ഒരു വിധത്തിലും എങ്ങും എത്തിയില്ല. ആ ഒരു സാഹചര്യത്തിൽ ഒരു നിരാശയ്ക്ക് ഒടുവിലാണ് ആ മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്ന കസേരയൊക്കെ തന്നെ വലിച്ചെറിഞ്ഞ് ചില അസഭ്യ വാക്കുകളൊക്കെ ചൊരിഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയത്. അതിൽ പോലീസ് കേസെടുക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ആ കേസ് നിലനിൽക്കില്ല എന്നുള്ളതാണ് ഹൈക്കോടതി കണ്ടെത്തിയിട്ടുള്ളത്. 1.5 വർഷമായിട്ട് ഒരു ഫയലിൽ തീരുമാനമെടുക്കാനായിട്ട് ഒരു സാധാരണക്കാരൻ സർക്കാർ ഓഫീസ് കയറി ഇറങ്ങുന്നു. സ്വാഭാവികമായിട്ടും അതിൽ നടപടി ഉണ്ടാകുന്നില്ല, പ്രതികരിച്ചു പോകുന്നൊരവസ്ഥ. അതിലൊരു കുറ്റകൃത്യം ചെയ്യണമെന്നുള്ള ഒരു ഉദ്ദേശം ആ മനുഷ്യൻ ഉണ്ടായിരുന്നില്ല. ആ ഒരു സാഹചര്യം കൊണ്ട് തന്നെ താൻ ഈ കേസ് റദ്ദാക്കുന്നു എന്നാണ് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഭരണനിർവഹണ ഇടങ്ങളിൽ ഇരിക്കുന്ന സുപ്രധാന സ്ഥാനങ്ങൾ വഹിക്കുന്ന ഉദ്യോഗസ്ഥർ മുന്നിൽ വരുന്ന ഫയലിൽ ഒരു മനുഷ്യജീവിതമുണ്ട് എന്ന് ഓർക്കണം. അതുമാത്രമല്ല, അതിൽ തീരുമാനമെടുക്കുമ്പോൾ ഒരു മനുഷ്യന്റെ പ്രതീക്ഷകളും വിശ്വാസവും സ്വപ്നവും അതിന് പിറകിലുണ്ട് എന്ന ബോധ്യത്തോടു കൂടിയായിരിക്കണം തീരുമാനം കൈക്കൊള്ളേണ്ടതെന്നും സഹാനുഭൂതിയും മനുഷ്യത്വവും ഇത്തരം ഇടങ്ങളിൽ ഉണ്ടാകണമെന്നുകൂടി ഹൈക്കോടതി ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്. ഏറെ പ്രസക്തമായിട്ടുള്ള വരികൾ തന്നെയാണ് ഉത്തരവിൽ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ദേവിക. ശരി രേഷ്മ, എന്തായാലും വളരെ കൃത്യമായൊരു നിരീക്ഷണം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.